ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അത് ഉപകാരപ്പെടും. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സബ്ജക്റ്റാണ് ജനങ്ങളിൽ. പ്രയറും മെഡിറ്റേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പം പ്രയർ എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്കാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന രീതിയിൽ നമ്മൾ ഉരുവിടുകയാണ്. മാത്രമല്ല നമ്മളുടെ നോട്ടവും നമ്മൾ ചെയ്യുന്നതെല്ലാം പുറത്തേക്കാണ്. മെഡിറ്റേഷൻ അതിനകത്ത് മന്ത്രങ്ങളൊന്നുമില്ല. നമ്മൾ കണ്ണടച്ചിരിക്കുന്നു, നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള ഒരു മെൻ്റൽ എക്സസൈസ് എന്ന് പറയാം. അപ്പം ഞാൻ ആൾക്കാരെയൊക്കെ ഒബ്സർവ് ചെയ്യുമ്പം, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരെ കൊച്ചിലോട്ട് ഒബ്സർവ് ചെയ്യുമ്പം പ്രെയർ ചെയ്യുന്ന ആൾക്കാരെ റിസൾട്ട് കുറവായിട്ട് എനിക്ക് തോന്നി. എന്നാൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ ഒന്നും നമ്മളങ്ങനെ കണ്ടിട്ടുമില്ല. അതിനെക്കുറിച്ചുള്ള അറിവൊക്കെ കിട്ടിവരുന്നേ ഉള്ളൂ. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ അല്ല ചെയ്യുന്നത്, കള്ളത്തരം പറയുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിട്ട് കണ്ടു. നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷേ ഞാൻ ഏത് വഴി തിരഞ്ഞെടുക്കണം, പ്രയർ വേണോ അതോ മെഡിറ്റേഷൻ വേണോ എന്നൊക്കെ പിന്നീട് മെഡിറ്റേഷൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. ഇപ്പം മെഡിറ്റേഷനിൽ പോയിരുന്ന് ഗുരുവിൽ നിന്ന് മനസ്സിലാക്കി മെഡിറ്റേഷൻ എന്താണെന്നെല്ലാം ഒരു ചെയ്യുമ്പോഴേ നമുക്ക് ഐഡിയ കിട്ടുള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പലതരം മെഡിറ്റേഷൻ ഞാൻ പഠിച്ചു, പലതരം ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചു, പലരിൽ നിന്ന് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രയർ എന്നുള്ള കാര്യം എനിക്ക് നേരത്തോട്ടെ അതിനകത്ത് താല്പര്യക്കുറവുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആൾക്കാരിൽ മാറ്റം വരാത്തതുകൊണ്ടാണ് ഒരു കാര്യം. ആൾക്കാർക്ക് മാറ്റം വരാത്ത ഒരു ഗുണമില്ലാത്തൊരു ട്രാക്ക് നമ്മൾ വീണ്ടും അതേ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. പിന്നെ ഈ പ്രയറിലൂടെ നമുക്ക് ഒരു അവയർനെസ് ഡെവലപ്പ് ആകാൻ പറ്റുന്നില്ല. അത് മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ അവയർനെസ് കൂടും. അപ്പം അത് ഒരു അമൃത് പോലെയാണ് കാണേണ്ടത്. ഈ പുറത്തേക്ക് പോകുന്ന ഈ പ്രയർ പുറത്തേക്കാണല്ലോ പോകുന്നത് കാര്യങ്ങൾ. ആ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്, വേറെ പുറത്തേക്ക്. അപ്പം നമുക്ക് അതിനകത്ത് ഒരു റിസൾട്ട് കുറവായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ചിലരോട് ചോദിക്കുമ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നുമുണ്ട്. എൻ്റെ മാത്രം അഭിപ്രായമാണ്. അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. എനിക്ക് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് മാത്രമേ ഓരോ കാര്യങ്ങൾ വിലയിരുത്താനും പറയാനും പറ്റുള്ളൂ, എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളത്. അപ്പം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ ഇപ്പം പ്രെയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് മാറ്റം വരുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഏതാണ് ചേഞ്ച് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവയർനെസ്, അവബോധം അമൃത് പോലെയാണ്. കാരണം അവിടെ ഞാനെന്ന ഭാവം ഇല്ലാതാവുകയോ ചെയ്യുന്നത്. നമ്മൾ ഉള്ളിലേക്ക് നിരീക്ഷിക്കുമ്പോൾ അനിത്യബോധം ഉണ്ടാവും, ഞാനെന്ന ഭാവം ഇല്ലാതാവും, നമ്മുടെ ലൈഫ് ഈസി ആയിക്കൊണ്ടിരിക്കും. പിന്നെ പ്രസൻസ് എന്താണെന്ന് മനസ്സിലാവും. ആ പ്രസൻസിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ജിമ്മിലൊക്കെ പോയി ചെയ്യും. അപ്പോൾ നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്ട്രെങ്ത് കൂടി, നമ്മളുടെ മസിൽ ബിൽഡായി. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞതുപോലെ മെൻ്റൽ എക്സസൈസാണ്, മനസ്സിനുള്ള എക്സസൈസാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രയർ. അപ്പം അത് നമ്മൾ ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏതാണോ റിസൾട്ട് ഉണ്ടാകുന്നത് അതാ ചെയ്യുക. അതാണ് സത്യം. അത് നമ്മൾ വേറെ ആളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നും അല്ല, തന്നെ സംഭവിക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ നമ്മൾ അവയർനെസ് കൂടുക, എന്നിട്ട് നമ്മളുടെ ചിന്തകളെ നിരീക്ഷിക്കുക, നമ്മുടെ പ്രവൃത്തിയെ നിരീക്ഷിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചിന്തകളെ നിരീക്ഷിക്കുമ്പം നമ്മൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്,
ആ ചിന്ത കറക്റ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നു പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളായി മാറും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പ്രവൃത്തി. നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഇത് രണ്ടും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അവെയർ ആയിരിക്കുക. ചിന്തകളെ നിരീക്ഷിക്കുക, പ്രവൃത്തികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കും. മറ്റേത് നമ്മൾ പ്രയർ എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തേക്ക് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെയുള്ള ഒരു കണ്ടീഷനിങ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അവിടെ നമ്മൾ നിരീക്ഷിക്കുന്നില്ല. നമുക്ക് ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതൊരു ബിസിനസ് പോലെയാണ്. നമുക്ക് ഇന്ന കാര്യം നടന്നാൽ ഇന്ന കാര്യം ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഇല്ല. അത് നേർച്ച കാര്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ വരിക. അപ്പോൾ നമ്മളത് അവിടെ ഒരു കണ്ടീഷൻ കൊണ്ടുവരികയാണ്. അത് നടന്നില്ലെങ്കിൽ നമ്മൾ ആ നേർച്ചയുടെ കാര്യം ചെയ്യത്തുമില്ല. അപ്പം നടത്തി തന്നാൽ, അപ്പം അങ്ങനെ നടത്തി തരാനായിട്ടൊരു ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത് സയന്റിഫിക്കലി അതിനുള്ള തെളിവുകളൊന്നുമില്ല. അങ്ങനെ ദൈവമുണ്ടോ, ദൈവത്തിന്റെ ഇന്നടത്താണ് ദൈവം, അങ്ങനെ സ്വർഗവും നരകവും, ഇതൊന്നും ജിയോളജിക്കലിയോ സയന്റിഫിക്കലിയോ ഒന്നും തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ബിലീഫ് മാത്രമാണ്. അപ്പം ബിലീഫ് അന്ധമാണ്. അതേസമയം ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കായ് ഒടിഞ്ഞു എന്ന് വിചാരിക്കുക. ഇപ്പം ബാസ്കറ്റ്ബോൾ കളിച്ചപ്പോൾ ഒടിഞ്ഞു, വീണപ്പോൾ ഒടിഞ്ഞു. അപ്പം ഞാൻ ഈ കൈയുമായിട്ടൊരു തിരുമുന്ന ആളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അയാളിങ്ങനെ പിടിച്ചു നോക്കി അയാളുടെ ഇത് ഒരു ബിലീഫാണ്. പൊട്ടലൊന്നും ഇല്ല എന്ന് പറയുന്നതും നമുക്ക് തിരുമാം എന്ന് പറയുന്നതും ഒരു ബിലീഫ് മാത്രമാണ്. അതേസമയം ഒരു ഡോക്ടർ എക്സ്റേ എടുത്ത ശേഷം, അത് എക്സ്റേ കണ്ട ശേഷം ചെറിയൊരു എയർലൈൻ ഫ്രാക്ചർ ഉണ്ട് എന്ന് പറയുന്നു, നമുക്ക് റെസ്റ്റ് എടുത്താൽ മതി, മാറുന്നേ ഉള്ളൂ, അത് സയൻസാണ്. അപ്പം ഇത് രണ്ടാ. അപ്പോൾ സയൻസിന് തെളിവാണ് വേണ്ടേ. ആ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാലേ ഉള്ളൂ അത് എടുക്കത്തുള്ളൂ ആ സയൻസ്. മറ്റേ ബിലീഫിന്റെ പുറത്താണ് പോകുന്നത്. അപ്പോൾ ഏതാ നല്ലതെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ബിലീഫാണോ അതോ നമ്മളൊരു പ്രൂഫ് വെച്ച് മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ കറക്റ്റ് സയൻസ് ആണോ വേണ്ടെന്നുള്ളത്. ഇത് യാതൊരു സംശയവുമില്ല, സയൻസ് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സയന്റിഫിക്കലി പ്രൂവൺ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ബെസ്റ്റ് എടുക്കത്തുള്ളൂ, വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ളൂ. നമ്മളിവിടെ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ആ സയൻസ് അവിടെയാണ് ഡെവലപ്പായത്. നമ്മളിപ്പം ലോകം ഒറ്റ ഇതിലായി മാറിയതുകൊണ്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പം നമ്മളെല്ലാം സയന്റിഫിക്കാണ്, എല്ലാ കാര്യങ്ങളും സയന്റിഫിക്കാണ്. നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വേറെ ഒക്കെ നമ്മളെ മനസ്സിലാക്കി തരാനല്ല നല്ലത്. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ബിലീഫ് എന്ന് പറയുന്നത് ഒരു പോയിസൺ പോലെയാണ്. അത് നമുക്ക് റിയൽ അല്ല ശരിക്കും. ഇപ്പം ഞാൻ എൻ്റെ കൈ ഒടിഞ്ഞു, തിരുമുന്ന ആൾ പറഞ്ഞു, എക്സ്റേ പുള്ളിക്ക് നോക്കുന്നില്ല, അവർ പറയുന്നു ഇതിന് കുഴപ്പമില്ല, അവരുടെ എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. എന്നിട്ട് അത് തിരുമുക. അപ്പം പൊട്ടിയ സാധനം റെസ്റ്റ് എടുത്താൽ മതി, ആ പൊട്ടൽ നാച്ചുറലി മാറി. ഒരു മരുന്നും വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് അനക്കാതിരുന്നാൽ മതി. അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടുക, അല്ലെങ്കിൽ അത് അനങ്ങാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പം അയാളുടെ കാൽക്കുലേഷൻ തെറ്റി. എക്സ്റേ കണ്ട ശേഷം അയാൾക്ക് പറയാൻ പറ്റും. അതാ സയൻസിന്റെ വ്യത്യാസം. അപ്പം വിശ്വാസം അല്ലെങ്കിൽ ബിലീഫ് എന്ന് പറയുന്നത് വിഷമാണ്, നമുക്ക് ഗുണം ചെയ്യത്തില്ല. മറ്റേ അമൃത് പോലെയാണ്. അവയർനെസ് അമൃതാണ്. അപ്പം അവയർനെസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ അവബോധം എന്ന് പറയും. നമ്മളുടെ ചിന്തകളെ നിരീക്ഷിച്ച് നമ്മുടെ പ്രവൃത്തിയെ നിരീക്ഷിച്ച് നിന്നാൽ മതി. അപ്പം നമുക്ക് ഇന്ന് തെറ്റ് ചെയ്തിട്ട് നാളെയും തെറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അതിൻ്റെ പാവം മാറാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, കർമ്മങ്ങളൊക്കെ ചെയ്ത് നടക്കുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ തെറ്റ് ചെയ്യുക. അതിന് പകരം ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അവിടെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റും വ്യക്തിപരമായിട്ട്. അപ്പോൾ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. സംഭവിച്ചു, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു, ആ കറക്റ്റ് ചെയ്തു. അത് നമുക്ക് ഗുണം ചെയ്യും. മറ്റേത് നമുക്ക് ഗുണം ചെയ്യത്തില്ല. മറ്റേത് നമ്മൾ കർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക, പക്ഷെ നമ്മളായിട്ട് ഡെവലപ്പ് ആകുന്നില്ല. നമ്മൾ വീണ്ടും ആ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളെ തന്നെ നിരീക്ഷിച്ചാൽ മതി ഏത് വേണമെന്നുള്ളത്. അപ്പം എങ്ങനെയാണ് അവയർനെസ് ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ബിസിനസ് അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ളതൊക്കെ എൻ്റെ ട്രെയിനിങ് വരും. അപ്പം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മറ്റ് ട്രെയിനിങ്സുകളിലേക്ക് നിങ്ങൾക്ക് എൻ്റെ പല ട്രെയിനിങ്സുകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങൾ എൻ്റെ അടുത്തേക്കാണ് വരേണ്ടത്.
നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. ആരിൽ നിന്ന് പഠിക്കണം, ആരിൽ നിന്ന് മനസ്സിലാക്കണം, ആര് പറയുന്നത് ചെയ്യണം, ആരാണ് നിങ്ങളുടെ മെൻറ്റർ, ഇതെല്ലാം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.